ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 1/4 കപ്പ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാഗോ ഇല്ലേ നമ്മുടെ ചവ്വരി, ചിലവർ ഇതിന് മറ്റേ സാബൂനരി എന്നൊക്കെ പറയും. അപ്പോൾ അതിതാ ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റമദാനിലാണെങ്കിലും നോമ്പൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് നല്ല വയറൊക്കെ നല്ല ഫില്ലായ പോലെ തോന്നും. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക്. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഷുഗർ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും അതുപോലെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കസ്കസ് ആവശ്യമുണ്ട്. നമ്മുടെ സബ്ജ സീഡില്ലേ, അതൊരു കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ പാൽ നമുക്ക് നന്നായിട്ട് ഒരുപാട് കുറുക്കിയെടുക്കണ്ട, നല്ലപോലെ തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് കുറുക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും നമ്മുടെ കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ആൾക്കാർക്ക് അനുസരിച്ച് നമ്മൾക്ക് എല്ലാ അളവിനും കാര്യങ്ങളിലും ഒന്ന് വ്യത്യാസപ്പെടുത്തി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചവ്വരിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചവ്വരി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കട്ട കെട്ടാതെ വിട്ട് കിട്ടും. ഇനി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടോ. മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക, ജെല്ലി അത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ജെല്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജെല്ലി പൗഡറില്ലേ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലും കുറച്ച് തണുത്തോടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ജെല്ലിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മുടെ സബ്ജ സീഡ് നമ്മൾ കുതിർത്ത് വെച്ച കസ്കസില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം വലിയ പാത്രമായിപ്പോൾ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിന്ന് കുറച്ച് വേറെ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയും ഇതിലേക്ക് നമ്മൾ ചേർക്കാനുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഒരുപാട് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മുടെ നമ്മുടെ റൂഹാക്സ് ഇല്ലേ, അത് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലവർക്ക് അതിന് ഫ്ലേവർ ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് അത് നല്ല ഇഷ്ടപ്പെടും. കാരണം നമ്മൾ പാലിൽ മിക്സാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ചെയ്യും, നല്ലൊരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടും, നല്ലൊരു കളറാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ പാൽ തിളപ്പിച്ചെടുത്തില്ലേ, അത് നല്ലപോലെ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ, എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജെല്ലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി ചേർക്കാം, ആപ്പിൾ ചേർക്കാം, പിന്നെ നമ്മൾ അനാർ ചേർക്കാം. അതൊക്കെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ജെല്ലി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്. എന്നാൽ ഒത്തിരി എന്താ പറയുക, നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഇതുപോലത്തെ ഹെൽത്തി ഡ്രിങ്ക്സൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറും ഫില്ലാവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതായി ഞാനിതൊന്ന് സെർവ് ചെയ്യട്ടെ. നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് നട്ട്സ് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഓപ്ഷണലാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ്സ് നിങ്ങൾ പറയണം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരണ്ട്. ടേക്ക് കെയർ ആൻഡ് ബൈ.